അയാൾ വിശംസിച്ചതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അൺക്ലീൻ ആയിട്ടുള്ള ജീവികളെ കഴിക്കരുത്, അതുപോലെ തന്നെ പരിച്ഛേദനം ചെയ്യണമെന്ന് ജൂതന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. പരിച്ഛേദനം ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നരബലി നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആണുങ്ങളെയാണ് ഈ വിജാതീയരായ ആളുകൾ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ദൈവത്തിന് മുന്നിൽ നരബലി അർപ്പിച്ചിരുന്നത്. അപ്പം അതിൽ നിന്ന് രക്ഷിക്കാനാണ് ഇവരുടെ അടുത്ത് ഈ പരിച്ഛേദനം ചെയ്യാനായിട്ട് മെയിൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവർ ഒരു വിശുദ്ധമാക്കപ്പെട്ട ജനം എന്നുള്ള ഒരു കാര്യം കൂടി ഇവരുടെ ശരീരത്തിൽ തോന്നാൻ കൂടിയാണ് ഇവരുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞത്. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഫിസിക്കൽ അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയല്ല അത് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ജീവൻ രക്ഷിക്കാനും ഇവരൊരു വിശുദ്ധ ജനമാണെന്ന് ഇവരോട് തന്നെ ബോധ്യപ്പെടുത്താനും വേണ്ടി ദൈവം ഒരു കാര്യം ഇവരുടെ ശരീരത്തിൽ തന്നെ ചെയ്യാൻ പറഞ്ഞതാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ അൺക്ലീൻ ആയിട്ടുള്ള ജീവികൾ, അതായത് കുതിര, കഴുത, സീബ്ര, പിന്നെ ഒട്ടകം, പോർക്ക്, മൊയൽ, അങ്ങനെ സാധനങ്ങളൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് പോർക്ക് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കുറേ ഉണ്ട്. ഒട്ടകം പ്രത്യേകിച്ച്, അപ്പോൾ തന്നെ മൊയൽ പ്രത്യേകിച്ച്. കുതിര നമ്മുടെ നാട്ടിലധികമൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ മൊയൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വിചാരിച്ചിരുന്നത് ഇതൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ശക്തി അവർക്ക് കിട്ടും, ഇതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള മീനിങ് കൂടി ഉണ്ടെന്നാണ് വിജാതിരായ ആളുകൾ വിശ്വസിച്ചിരുന്നത്. അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു വിശ്വാസം കൂടിയാണിത്, ഒരു റിച്വലും കൂടിയാണ്. ഇപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ മിഡിൽ ഈസ്റ്റ് റീജിയനിൽ ബലി കഴിച്ചിരുന്ന മൃഗമാണ്. അതുകൊണ്ടാണ് അന്ത്യോസ് വന്നിട്ട് ഇവിടെ എന്താ പറയുക, ഈ ജൂതന്മാരുടെ ടെമ്പിളിൽ വന്നിട്ട് ഈ പോർക്കിനെ ബലി കഴിച്ചു എന്ന് പറയുന്നത്. അത് ഡെസ്ക്രേഷൻ ചെയ്യാൻ വേണ്ടി കൂടിയ, പക്ഷെ മെയിനായിട്ട് ആൾ ഉദ്ദേശിച്ചത് ആളുടെ ദൈവമായിട്ടുള്ള ആ ദൈവത്തിന് വേണ്ടി ആൾ ബലി കഴിച്ചാണ് ഈ പോർക്കിനെ കൊണ്ടുവന്നിട്ട്. അത് ഇവർക്ക് കൂടുതൽ ഇൻസൾട്ടിങ് ആയി തോന്നി. ആ സമയം തൊട്ടാണ് മെക്കാബായറുടെ യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്, റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺക്ലീൻ ആനിമൽസിനെ കഴിക്കരുത് എന്ന് പറയുമ്പോൾ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടിയുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ആനിമൽസിനെ കഴിച്ചാലും എന്താ പറയുക, ഹെൽത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും എന്താ പറയുക, ഈ ഹെൽത്തിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല ദൈവം പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ട് പറഞ്ഞ് ഇവരെ വിശുദ്ധ ജനമാക്കി മാറ്റി നിർത്താം. അതുപോലെ തന്നെ ഈ ഷെൽഫിഷ്, അതായത് ചെമ്മീൻ, ഞണ്ട് കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഈ റോമൻ ഗ്രീക്ക് സ്ഥലങ്ങളിലൊക്കെ വളരെ അധികം ഒരു നല്ലൊരു ഫുഡായിട്ടാണ് അവർ കണ്ടിരുന്നത്. ആ ഫുഡ് അങ്ങനെ കണ്ടതുകൊണ്ട് അവരെല്ലാവരും വിളിച്ച് ഫുഡ് കൊടുക്കും. ആ ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൽ മറ്റുള്ളവർ പങ്കു ചേരും എന്നും കൂടിയിട്ടുള്ള ഒരു കാര്യം കൂടിയും അവർക്കുണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ വിജാതിയരുടെ ആയിട്ടുള്ള ആളുകൾ ഭക്ഷണത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൽ കൂടിയും പങ്കെടുക്കുക എന്നുള്ളൊരു ഒരു വിശ്വാസം കൂടി അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് ജൂതന്മാരുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കരുത്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറയാനുള്ള മെയിൻ കാര്യം ഇതാണ്. അതായത് ഇവരെ ഒരു വിശുദ്ധ ജനമാക്കി മാറ്റി നിർത്താം, എന്നിട്ട് യേശുവിനെ ഇവരുടെ ഈ ജൂതന്മാർ വഴിയായിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരെ വിശുദ്ധ ജനമായി മാറ്റി നിർത്താൻ വേണ്ടി മാത്രമാണ് ഈ അൺക്ലീൻ ആനിമൽസിനെ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് പ്രകാരം അത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറഞ്ഞ പരിച്ഛേദനം ചെയ്യാനായിട്ട്, അത് ഫോർ സ്കിൻ റിമൂവ് ചെയ്യാന്നപ്പോൾ പറയുന്നത് പോലും അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവരെ രക്ഷിക്കാനാണ്. ഈ ആണുങ്ങളെ ആണ് ഏറ്റവും കൂടുതൽ ഈ നരബലി കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ആണുങ്ങളെ നരബലി കൊടുക്കാതിരിക്കാനായിട്ട് മെയിൻ റീസൺ അതാണ്, ഈ ദൈവം അങ്ങനെ പറയാനുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ റീസൺസ്. അതല്ലാതെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളല്ല മെയിനായിട്ട് പറഞ്ഞത്. പക്ഷേ ഇതിൽ ഹെൽത്തും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത ഉള്ളത്. ഓക്കെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിട്ട്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായുടെ അടുത്ത് പോയിട്ട് നമ്മൾ പാവങ്ങളേറ്റ് പറഞ്ഞ് പരിഹാരം ചെയ്ത് കുർബാനയും കുമ്പസാരത്തെയും കുർബാനയോടും കൂടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം, സ്നേഹിക്കാം. ഹല്ലേലൂയ, ആമേൻ.